ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ചെയ്തികൾ എല്ലാവർക്കും ഒരേപോലെ രുചിച്ചു എന്ന് വരില്ല. നമ്മുടെ ചെയ്തികളെ കൊണ്ട് ചിലർ നമ്മെ ബന്ധുക്കളായി മാറ്റും, ചിലർ നമ്മെ ശത്രുക്കളായിട്ട് മാറ്റും. അങ്ങനെ ശത്രുക്കളായി ആരെങ്കിലും മാറ്റുകയാണെങ്കിൽ അവരോട് എതിർക്കാൻ നമ്മൾ സമയവും സന്ദർഭവും എല്ലാം നോക്കണം. വെറുതെ അവരോട് എതിർക്കാൻ പോർവിളി നടത്തിയാൽ നാം പരാജയപ്പെട്ടെന്ന് വരാം. അതിനാൽ സമയസന്ദർഭം നോക്കി വേണം ശത്രുക്കളെ അമർച്ച ചെയ്യാൻ. എന്നാൽ സ്വന്തം അഹന്തയാവുന്ന ശത്രുവിനെ നശിപ്പിക്കാൻ സമയമോ സന്ദർഭമോ നോക്കേണ്ടതില്ല. എപ്പോൾ സമയം കിട്ടുന്നുവോ അപ്പോൾ അഹന്തയാകുന്ന ശത്രുവിനെ നശിപ്പിക്കാൻ നാം പരിശ്രമിക്കുക തന്നെ വേണം. ഈ ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരു കവിതാശകലം ഒന്ന് കേട്ടു നോക്കൂ. അരിവൃന്ദങ്ങളെ അമർച്ച ചെയ്യുവാൻ സമയ സന്ദർഭം പരിഗണിക്കണം. അഹന്തയെ ശരിക്കമർച്ച ചെയ്യുവാൻ സമയ സന്ദർഭം അവഗണിക്കണം. എത്ര വലിയ പരമസത്യമാണ് ഈ 4 വരികളിൽ കൂടി നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിത വിജയത്തിന് അനിവാര്യമായ ഘടകങ്ങളാണ് ഈ പറഞ്ഞവയിലുള്ള രത്നച്ചുരുക്കം. നമ്മുടെ ജീവിതം തടസ്സം കൂടാതെ മുന്നോട്ട് നീങ്ങണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? മുന്നോട്ട് പോയ ജീവിതത്തെ പിന്നോട്ട് നയിക്കാതിരിക്കണമെങ്കിൽ നാം അഹന്തയാകുന്ന ശത്രുവിനെ കൂടെ സമരസപ്പെടുത്തണം. അതിന് സമയമോ സന്ദർഭമോ ഒന്നും നമ്മൾ നോക്കേണ്ടതായിട്ടില്ല. അതിന് അരിവൃന്ദങ്ങളെ അമർച്ച ചെയ്യുവാൻ, അരിയുടെ കൂട്ടങ്ങൾ, അത് ചിലപ്പോൾ നമ്മൾ സുഹൃത്താവാം, നമ്മുടെ അയൽക്കാരാവാം, നമ്മുടെ ബന്ധുമിത്രാദികളാകാം. ബന്ധുമിത്രാദികളാണ് ഏറ്റവും അധികം ശത്രുക്കളായി മാറുന്നത്. കാരണം സമ്പത്തിൻ്റെ ഭാഗിക്കുന്ന സമയത്താണ് സഹോദരങ്ങൾ തമ്മിൽ കലഹിക്കുന്നതും ശത്രുത ഉണ്ടാക്കുന്നതും. അപ്പോൾ സഹോദരങ്ങൾ തമ്മിലാകാം, ബന്ധുക്കൾ തമ്മിലാവാം, ഭാര്യയും ഭർത്താവും തമ്മിലാവാം, മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമാകാം. ഇങ്ങനെ പലതരത്തിലും കലഹം ഉണ്ടാകുന്ന വിധത്തിൽ ജീവിക്കുന്നവരുണ്ട്. അവരെ നാം നേരിടുമ്പോൾ സമയവും സന്ദർഭവും നോക്കിയിരിക്കണം. അതാണ് അരിവൃന്ദങ്ങളെ അമർച്ച ചെയ്യുവാൻ സമയ സന്ദർഭം പരിഗണിക്കണം. ഒരു കാര്യം വീട്ടിൽ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും അങ്ങ് വിളിച്ചു പറഞ്ഞാൽ അതാരും ഉൾക്കൊള്ളുകയില്ല. പക്ഷേ നമ്മൾ പറയുന്നതിന് ഒരു സാവകാശം വയ്ക്കുകയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരും ഐക്യകണ്ഠേന അത് സ്വീകരിച്ചു എന്ന് വരാം. ആരെങ്കിലും ഒരാൾ അതിനെ എതിർത്താൽ ആ എതിർത്ത വ്യക്തിയെ മറ്റെല്ലാവരും ചേർന്ന് സമരസപ്പെടുത്തുന്നതായിരിക്കും. അതിനാൽ സമയവും സന്ദർഭവും നോക്കി വേണം നമ്മൾ ശത്രുവായി പെരുമാറുന്ന ഒരു വ്യക്തിയെ സമരസപ്പെടുത്താൻ. അതുപോലെ നമുക്ക് വേറെയും ചില ശത്രുക്കളുണ്ട്. ഈ പറഞ്ഞ ശത്രുക്കൾ ബാഹ്യമായിട്ടുള്ളതാണ്. ഇനി ആന്തരമായി നമ്മുടെ ചില ശത്രുക്കളുണ്ട്. അത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന വിചാരങ്ങളാണ്. അവയ്ക്ക് അഹന്ത എന്ന് പറയാം, അഹങ്കാരം എന്ന്. ഞാൻ ഇന്ന വ്യക്തിയാണ്, എനിക്കിവരുടെ ആരുടെയും കഴിവില്ലാതെ ജീവിക്കാൻ കഴിയും എന്നെല്ലാമുള്ള തോന്നൽ. ആരോഗ്യവും സമ്പത്തും ഉള്ളപ്പോൾ ഏതൊരാൾക്കും തോന്നുന്നതാണത്. അപ്പോൾ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ അല്പം പോലും വില കൽപ്പിക്കുകയില്ല. അവർ പറയുന്നതൊന്നും അംഗീകരിക്കുകയുമില്ല.
അഹന്ത എന്നത് തലപൊക്കാൻ തുടങ്ങിയാൽ ആ മനുഷ്യനിലെ സർവ നന്മകളും നിർവീര്യമായി കൊണ്ടിരിക്കും. അതാണ് അഹന്തയെ ശരിക്കമർച്ച ചെയ്യുവാൻ. അഹന്തയെ നമ്മൾ അമർച്ച ചെയ്യാൻ സമയ സന്ദർഭം അവഗണിക്കണം. അപ്പോൾ നമ്മൾ അഹന്ത നമ്മുടെ ഉള്ളിലാണ്. അഹന്തയെ മറ്റൊരാളുടെ അഹന്തയല്ല, എൻ്റെ അഹന്തയാണ്. എൻ്റെ അഹന്തയെ ഞാൻ അമർച്ച ചെയ്യാൻ സമയമോ സന്ദർഭമോ നോക്കേണ്ടതില്ല. എപ്പോഴാണോ അഹന്ത തലപൊക്കുന്നത് അപ്പോൾ അതിനെ ചവിട്ടി അമർച്ച ചെയ്യുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കുകയുള്ളൂ. അതിനെ നാം അമർച്ച ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം അമ്പേ പരാജയത്തിലായിരിക്കും കലാശിക്കുക. അരിവൃന്ദങ്ങളെ അമർച്ച ചെയ്യുവാൻ സമയ സന്ദർഭം പരിഗണിക്കണം. അഹന്തയെ ശരിക്കമർച്ച ചെയ്യുവാൻ സമയ സന്ദർഭം അവഗണിക്കണം. എത്ര വലിയ ഒരു വാസ്തവമാണ് ഈ 4 വരികളിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അഹന്തയെ അമർച്ച ചെയ്യുമ്പോൾ സമയമോ സന്ദർഭമോ നോക്കേണ്ടതില്ല, അതപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നാൽ മറ്റൊരാളാണ് നമ്മുടെ ശത്രു ആകുന്നതെങ്കിൽ അയാളുടെ ബലമറിയണം, ആരൊക്കെയാണ് അവരെ സഹായിക്കുന്നത് എന്നറിയണം. അതുപോലെ അവരുടെ ബലത്തെയും അവരുടെ സന്ദർഭങ്ങളെയും എല്ലാം നമ്മൾ നോക്കിയ ശേഷം മാത്രമേ ബാഹ്യമായി ശത്രുവായി കണ്ട ഒരാളോട് എതിരിടാൻ പറ്റുകയുള്ളൂ. അതിനാൽ നമ്മൾ ഈ ജീവിതത്തെ വേണ്ടതുപോലെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അല്പം വിവേകവും ബുദ്ധിയും പ്രയോഗിച്ചേ പറ്റൂ. അത് വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നതല്ല, അത് നമ്മുടെ മനസ്സിൻ്റെ പക്വതയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ പക്വത നമ്മൾ നേടേണ്ടത്, അതും നമ്മുടെ ശക്തി കൊണ്ട് മാത്രം നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അത്തരം പക്വതയുള്ള വ്യക്തികളെ സമീപിച്ച് അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ഉപദേശങ്ങളും സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതം വിജയപ്രദമാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അരിവൃന്ദങ്ങളെ അമർച്ച ചെയ്യുവാൻ സമയ സന്ദർഭം പരിഗണിക്കണം. അഹന്തയെ ശരിക്കമർച്ച ചെയ്യുവാൻ സമയ സന്ദർഭം അവഗണിക്കണം.